إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹധരണീയരായ വിശ്വാസിനി സഹോദരങ്ങൾ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് നമുക്കെല്ലാം എല്ലായ്പ്പോഴും സകല അനുഗ്രഹങ്ങളും വർഷിച്ചുകൊണ്ട് അവൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളെയെല്ലാം കൃത്യമായ അവധിയിൽ അവങ്കിലേക്ക് തന്നെ മടക്കുവാൻ കഴിവുള്ളവനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ആദ്യം എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ദീനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. എത്രത്തോളം എന്നാൽ ഒരു മത്സ്യത്തിന് വെള്ളം ഏതുപോലെ ആവശ്യമാണോ, സൃഷ്ടികൾക്ക് ജീവവായു ഏതുപോലെ ആവശ്യമാണോ, അതുപോലെ ഒരു മുഅ്മിനിന് ആവശ്യമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമുക്ക് ലഭിക്കാനുള്ള ഒരുപാട് ഫായിദകൾ. ആ ഫായിദകളിൽ ഒരു 10 ഫായിദകളെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ ഫായിദകൾ കേട്ട് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഇതെന്താണ് ഈ വിഷയമെന്ന്. ഒന്നാമതായി ഈ ഒരു കാര്യമുണ്ടെങ്കിൽ ശൈത്വാനെ തുരത്താൻ നമുക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ ശൈത്വാൻ നമ്മളുടെ ബദ്ധശത്രുവാണ്. മനുഷ്യ വംശത്തിന്റെ ആജന്മ ശത്രുവാണ് ശൈത്വാൻ എന്ന കാര്യത്തിൽ സംശയം. നമ്മളുടെ ഒരു പരാജയം എന്തെന്നാൽ പലപ്പോഴും ഈ ശത്രുവിനെ നമ്മൾ മറക്കുകയാണ്. ശൈത്വാൻ തന്നെ അവനെക്കുറിച്ച് നമ്മളെ മറപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അങ്ങനെ മറക്കേണ്ട ശത്രുവല്ല ശൈത്വാൻ. എല്ലാ നിലക്കും ഏതു രീതിയിലും ഏതു വിധേനയും മനുഷ്യനെ പിഴപ്പിക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ് ശൈത്വാൻ. അതിൽ വലിയ ക്ഷമയാണ് ശൈത്വാൻ, വലിയ ക്ഷമ. ചെറിയ ക്ഷമയൊന്നുമല്ല ശൈത്വാന്റെ. നമുക്ക് കാണാൻ സാധിക്കും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു അയക്കാനുണ്ടായിരുന്ന ഒരു സാഹചര്യം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം വന്നതിന് ശേഷം ഒരു 10 തലമുറയോളം അള്ളാഹുവിലുള്ള തൗഹീദിലായിരുന്നു അവർ എന്ന് കാണാൻ സാധിക്കും. അള്ളാഹ് അല്ലാതെ മറ്റാരെയും വിളിച്ച് അവർ പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയായപ്പോഴേക്ക് ശൈത്വാൻ അവിടെ എന്തു ചെയ്തു? 10 തലമുറ അവൻ കാത്തിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ശൈത്വാന്റെ ആ ഒരു തന്ത്രം 10 തലമുറ ക്ഷമയോടെ കാത്തിരുന്നതിന് ശേഷം, അതിന്റെ ശേഷമാണ് ഈ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയിലേക്ക് ശൈത്വാൻ വന്നുകൊണ്ട് പറയുന്നത്, നിങ്ങളുടെ മുമ്പ് ജീവിച്ചു പോയിരുന്ന പൂർവികർ, കാരണവന്മാർ വലിയ മഹാന്മാരായിരുന്നില്ലേ അവർ?
എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ ഓർക്കാത്തത്? നിങ്ങളെക്കാളും എത്ര പുണ്യവാന്മാരായിരുന്നു അവർ. വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ, വലിയ വലിയ മഹാന്മാരായിരുന്നല്ലോ. എന്താണ് നിങ്ങൾ ഓർക്കാത്തത്? അപ്പോൾ അവർക്ക് തോന്നി, ശരിയാണല്ലോ, നമുക്ക് അവരൊന്ന് ഓർക്കണ്ടേ. അവരെ നമ്മൾ വല്ലാത്തൊരു നന്ദികേടല്ലേ കാണിക്കുന്നത്. എത്ര മഹാന്മാർ ജീവിച്ചു പോയിട്ട് എന്തുകൊണ്ട് നമ്മൾ ഓർക്കുന്നില്ല എന്നവർക്ക് തോന്നി. അങ്ങനെ എങ്ങനെ ഓർക്കും? ഓർക്കാൻ ഇപ്പൊ എന്തുണ്ട് വഴി എന്നവർ ആലോചിച്ചു. അങ്ങനെ ശൈത്താൻ തന്നെ അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു, ഈ പറഞ്ഞ മഹാന്മാരുടെ പ്രതിമകൾ, രൂപങ്ങൾ കൊത്തിയുണ്ടാക്കുക. അങ്ങനെ അവർക്കത് വളരെ സ്വീകാര്യമായി തോന്നി. ശരിയാണ്, ആ രൂപം കാണുമ്പോൾ ഇപ്പോഴെന്നല്ല, ഇനി വരുന്ന തലമുറകൾക്ക് മനസ്സിലാകുമല്ലോ ആരായിരുന്നു ഇവർ, ഏതു രൂപത്തിലുള്ളവരായിരുന്നു എന്നല്ല. അങ്ങനെ അവർ ഈ പറഞ്ഞ മഹാന്മാരുടെ രൂപങ്ങൾ കല്ലിൽ കൊത്തിവെച്ചു. ഈ പറഞ്ഞ കൊത്തിവെച്ച ആളുകൾ മരിച്ചുപോയി. അടുത്ത തലമുറ വന്നു. അവിടെയും ശൈത്താൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. എന്നിട്ട് അടുത്ത തലമുറ കഴിഞ്ഞ് അതിന്റെ അടുത്ത തലമുറയും വരുമ്പോൾ അവരോട് പറയുന്നു, നിങ്ങൾ കണ്ടില്ലേ ഈ മഹാന്മാരായ ആളുകളുടെ പ്രതിമകൾ? ഇതെന്തിനു വേണ്ടി സൃഷ്ടിച്ചതാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? വെറുതെ ഓർക്കാൻ വേണ്ടി മാത്രമോ? അല്ല, നിങ്ങളുടെ വാപ്പവല്യപ്പമാർ ഇവയോട് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. ഇവർ മഹാന്മാരാണ്, നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് നേരിട്ടെടുക്കാൻ സാധിക്കില്ല. ഇത്തരം വലിയ മഹാന്മാർ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ എന്തെങ്കിലും ഒരു അംശം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യൂ? ഇവരോട് വിളിച്ചു തേടൂ, ഇവർ നോക്കിക്കൊള്ളും നിങ്ങളുടെ കാര്യം. ഈ രീതിയിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശൈത്താന്റെ തന്ത്രങ്ങൾ. അത് ഏതു വിഷയത്തിലാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 10 വർഷം മുൻപ് ഒരു വിഷയത്തിനെ കണ്ടിരുന്ന ഗൗരവമാണോ നമുക്കിന്നുള്ളത്? നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു 20 വർഷം മുൻപ് ദീനിലെ ഒരു കാര്യത്തെ നമ്മൾ വളരെ ഗൗരവമായി കണ്ടിരുന്നു എങ്കിൽ അതേ ഗൗരവം ഇന്ന് നമുക്കുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ശൈത്താന്റെ ഓരോ ഘട്ടവും പിഴപ്പിക്കുന്നതിന്റെ ഓരോ പടിയും നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ രീതിയിൽ ശൈത്താൻ എന്ന ആ ഒരു ശത്രു, അത് മാത്രം മതി നമുക്ക്. അവനെ മാത്രം നേരിടാനുള്ള ജീവിതമേ ഉള്ളൂ. അവന്റെ തന്ത്രങ്ങളെ, അതിനെ അതിജയിക്കാനുള്ള ശ്രമങ്ങൾ, പരിശ്രമങ്ങൾ, ജിഹാദുകൾ, അതിനു വേണ്ടിയുള്ള സമയം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാകും. ശൈത്താൻ എന്ത് ചെയ്യും? ഏറ്റവും ആദ്യം ചെയ്യുക വൻ പാപമായ ശിർക്ക് തന്നെ ചെയ്യിപ്പിക്കാനാണ് നോക്കുക. ഏറ്റവും വൻ പാപമായ അള്ളാഹുവിന്റെ അടുക്കൽ ഇതിനേക്കാൾ വലിയ ഗുരുതരമായ ഒരു പാപമില്ല. ആ ശിർക്ക് തന്നെ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാൻ ശൈത്താൻ സകല അടവുകളും പയറ്റും. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള പാപങ്ങൾ, കൊലപാതകം, സിഹ്ർ, അതുപോലെ തന്നെ പലിശ, വ്യഭിചാരം, മോഷണം, അതുപോലുള്ള വൻ പാപങ്ങൾ ചെയ്യിപ്പിക്കാനായിരിക്കും പിന്നെ ശൈത്താന്റെ ശ്രമം. അതിലും അവൻ പരാജയപ്പെട്ടാൽ പിന്നെയുള്ള അവന്റെ രീതി എന്ന് പറയുന്നത് ചെറിയ പാപങ്ങളിലൂടെ അത് അധികരിപ്പിക്കുക. ചെറുതെന്ന് തോന്നുന്ന പാപങ്ങൾ കുറെ ചെയ്യുമ്പോൾ, പല രീതിയിലുള്ള ചെറിയ പാപങ്ങൾ ചെയ്യുമ്പോൾ അതും മനുഷ്യനെ എന്ത് ചെയ്യും? ക്രമേണ അള്ളാഹുവിൽ നിന്ന് അകറ്റുകയും ളലാലത്തിലേക്ക് മനുഷ്യൻ എത്തുകയും ചെയ്യും. അതിലും പിഴച്ചാൽ, അതിലും പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമ്മളിൽ നിന്നും എടുത്തു കളയാൻ അവൻ ശ്രമിക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ എങ്ങനെയാണ് എടുത്തു കളയുക? അള്ളയല്ലാത്ത മറ്റെല്ലാത്തിനെ കുറിച്ചും നമുക്ക് ഓർമ്മിപ്പിച്ചു തരും. അള്ളയല്ലാത്ത മറ്റെന്തിനെ കുറിച്ചും പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും എല്ലാമുള്ള ത്വര നമുക്ക് ഇട്ടുതരും. ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ദുനിയാവിന്റെ എല്ലാ നിലക്കുമുള്ള പുരോഗതികളും നമ്മളെ മാടി വിളിക്കുകയാണ്. നമ്മളുടെ ഫോണൊന്ന് തുറന്നാൽ നമ്മൾക്കതിൽ ഒരുപാട് മാധ്യമങ്ങളുണ്ട്. അതിലൂടെ ലോകത്തുള്ള എന്തിനെ കുറിച്ച് പഠിക്കാനും നമുക്ക് സാധിക്കും. കൂടെ ദീനിനെ കുറിച്ചും സാധിക്കും, ഇല്ലെന്നല്ല. പക്ഷെ എത്ര പേർ അത് ഉപയോഗിക്കുന്നുണ്ട്? ദീൻ പഠിക്കാനുള്ള മാർഗങ്ങൾ അതാണോ അധികം ആളുകൾ ഉപയോഗിക്കുന്നത്? അല്ല, ദുനിയാവിനെ കുറിച്ച് അറിയുവാനാണോ? ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷെയ്ത്താൻ എന്ന ശത്രുവിനെ നമ്മൾ തിരിച്ചറിയുക. അവന്റെ എല്ലാ ഷെറുകളിൽ നിന്നും നമുക്ക് രക്ഷ നേടേണ്ടതുണ്ട്. അതിനുതകുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. ഒന്നാമത്തെ വിഷയം എന്താണ്? ഷെയ്ത്താനെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കിച്ചു നോക്കുക, എന്തായിരിക്കും അത്? രണ്ടാമതായി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്തുന്ന വിഷയമാണ്. അള്ളാഹുവിന്റെ തൃപ്തി. നമ്മളെപ്പോഴെങ്കിലും അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? സ്വഹാബാക്കൾ അവരുടെ പേര് പറയുമ്പോൾ നമ്മൾ പറയും റളിയല്ലാഹു അൻഹു. എന്താണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ റിള, അള്ളാഹുവിന്റെ തൃപ്തി അവരുടെ മേലുണ്ടെന്നാണ്.
എന്താണ് ഈ തൃപ്തി എന്ന് പറഞ്ഞാൽ, അള്ളാഹു അവരെ അങ്ങോട്ട് തൃപ്തിപ്പെട്ടു, അവരെ സ്വീകരിച്ചു. വല്ലാത്ത ഒരു അവസ്ഥയാണത്, വലിയൊരു ദറജയാണ്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ ദറജയാണ്. ആ തൃപ്തി നമുക്കുണ്ടാകും, അള്ളാഹുവിനെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കും ഈ ഒരു കാര്യം കൊണ്ട്. അപ്പോൾ എന്താണ് ആദ്യത്തേത്? ശൈത്താൻ. അവനാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു. ആ ശൈത്താനിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ട്. അവനെ തുരത്തി ഓടിക്കാൻ പറ്റും, ഉപയോഗിച്ച് തുരത്തി ആട്ടി ഓടിക്കാൻ പറ്റും. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു വഴിയിലൂടെ ഉമർ വരികയും അതിന്റെ മറ്റൊരു വശത്തുകൂടെ വിപരീതമായിട്ടുള്ള ദിശയിലൂടെ ശൈത്താൻ വന്നാലും ശൈത്താൻ ഓടും. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിഴപ്പിക്കാൻ സാധിക്കില്ല. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു മനുഷ്യൻ തന്നെയല്ലേ, നമ്മളെ പോലൊരു മനുഷ്യൻ തന്നെയല്ലേ. എന്താണ് വ്യത്യാസം? നബിയാണോ? അല്ല. എന്താണ് വ്യത്യാസം? എന്താണ് നമ്മളെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകം? രണ്ടു ഘടകങ്ങളാണ്, ഈമാനും തഖ്വയും. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, അടിയുറച്ച യഖീൻ, അള്ളാഹുവിൽ നിന്നും ഒരു നിലക്കും അണുവിട തെറ്റാത്ത ഈമാൻ. അതുപോലെ തന്നെ തഖ്വ, അള്ളാഹുവിലുള്ള ഏറ്റവും വലിയ സൂക്ഷ്മത, ശക്തമായ സൂക്ഷ്മതാബോധം. യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി വിശന്നു വലഞ്ഞു ചത്താലും ശരി, ഉമർ അതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് പ്രഖ്യാപിച്ച നീതിമാനായ ഭരണാധികാരി. അതുപോലെ എല്ലാ രംഗത്തും ജീവിതത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഘടകങ്ങളിൽ പോലും, അവസരങ്ങളിൽ പോലും ശക്തമായ തഖ്വ കാത്തു സൂക്ഷിച്ച മഹാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇങ്ങനെയാണ് ശൈത്താനെ തുരത്തുന്നത്, ഇത് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനും സാധിക്കും. മൂന്നാമതായി അന്നഹു യുസീലുൽ ഹമ്മ വൽ ഗമ്മ അനിൽ ഖൽബ്, നമ്മളുടെ ഹൃദയത്തിൽ നിന്നും എല്ലാ നിലക്കുമുള്ള ആകുലതകളും വ്യാകുലതകളും അതുപോലെ തന്നെ ടെൻഷനുകളും ഒക്കെ നീക്കം ചെയ്യും. നമുക്കതല്ലേ വേണ്ടത്, അതല്ലേ ആവശ്യം. ദുനിയാവിൽ ഒരുപാട് സമ്പത്തുണ്ടായത് കൊണ്ട് മാത്രമായോ? ദുനിയാവിൽ ഒരുപാട് ഐഹിക സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമെല്ലാം നേടിയോ? ഇല്ല, ഇതെല്ലാം ഉണ്ട്. പക്ഷേ മനസ്സിൽ വല്ലാത്ത സങ്കടം, എന്തെന്നില്ലാത്ത വല്ലാത്ത ഒരു മനക്ലേശം, ഒന്നും അങ്ങോട്ട് ശരിയാകാത്ത ഒരു അവസ്ഥ. കുടുംബത്തിൽ സമാധാനമില്ല, സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ വല്ലാത്ത പ്രയാസം. അതുപോലെ തന്നെ എത്ര വലിയ സുഹൃത്തുക്കൾ, സൗഹൃദ വൃന്ദങ്ങൾ ഉണ്ടായിട്ടും അതുകൊണ്ടൊന്നും സന്തോഷം ലഭിക്കുന്നില്ല. എന്തായിരിക്കും അവസ്ഥ? എന്നാൽ അതെല്ലാം മനസ്സിൽ നിന്നും നീക്കപ്പെടുന്ന ഒരവസ്ഥ, വല്ലാത്ത ഒരു സമാധാനം, വല്ലാത്തൊരു ആശ്വാസം, ഒരു റാഹത്ത് അതുണ്ടാകുന്ന ഒരു അവസ്ഥ. അതല്ലേ ഏറ്റവും വലിയ സമ്പാദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ലൈസൽ ഗിനാ ബികസ്റത്തിൽ അർദ് വലകിനൽ ഗിനാ ഗിനൻ നഫ്സ്, മനസ്സിന്റെ ഐശ്വര്യമാണ് ഏറ്റവും വലിയ ഐശ്വര്യം. ഒരുപാട് സമ്പത്ത്, ഒരുപാട് ഐഹിക സൗകര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം അത് ലഭിക്കില്ല. അപ്പോൾ നമ്മളുടെ മനസ്സിൽ നിന്നും എല്ലാ നിലക്കുമുള്ള വ്യാകുലതകളും എല്ലാ ടെൻഷനുകളും നീങ്ങി വളരെ സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം, അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം നീ ടെൻഷനൊക്കെ മാറി അതോടൊപ്പം ഹൃദയത്തിൽ വല്ലാത്തൊരു സന്തോഷം. അങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അവരുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ നമുക്കൊരു സന്തോഷമാണ്. മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ വളരെ ഹാർദവമായ ഒരു പുഞ്ചിരിയായിരിക്കും അവരിൽ നിന്നുണ്ടാവുക ഏതവസരത്തിലും. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതം തന്നെ നമ്മൾ പഠിച്ചാൽ കാണാവുന്നതേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ, അല്ലെ? വേണ്ട, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്, ഒരുപാട് പേരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അത്രയധികം പേരൊന്നും ഇല്ലെങ്കിലും കുറച്ചെങ്കിലും പേരെ കാണുമ്പോൾ, മുഖത്ത് നോക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു സമാധാനം തോന്നും. അതെന്തുകൊണ്ടാണ്? പഴമക്കാർ പറയാറുണ്ടല്ലോ, മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. അതാണ് സത്യം. നമ്മളുടെ മനസ്സിലുള്ള എന്താണോ അതാണ് മുഖത്ത് പ്രതിഫലിക്കുക. മനസ്സ് സ്വസ്ഥമാണ്, സമാധാനപൂർണമാണ്, സന്തോഷമുഖരിതമാണെങ്കിൽ മുഖത്തും അത് കാണും. അതിന്റെ ആ ഒരു അലയൊലികൾ മുഖത്തും കാണും. വല്ലാത്ത ഒരു പ്രസാദം, മുഖപ്രസാദം ഉണ്ടാകും അവർക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, എന്റെ സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി അഭിമുഖീകരിക്കണം. അതും ഒരു സ്വതക്കയാണ്. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒരു പ്രസന്ന വദനനായി നിലകൊള്ളൽ, ഒരു മുഖം ചുളിക്കാതെ, അല്ലെങ്കിൽ മുഖം തിരിക്കാതെ, അല്ലെങ്കിൽ മുഖം കറുപ്പിക്കാതെ അവരെ കാണുമ്പോൾ
ഒരു സന്തോഷത്തോടു കൂടി എതിരേൽക്കൽ ഈമാനിന്റെ ഭാഗമാണ്, അതുപോലും ഒരു നന്മയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഈ കൂട്ടർക്ക് ഉണ്ടാകും. ഒന്നാമതായി ശൈത്വാനെ തുരത്താൻ സാധിക്കും. രണ്ടാമതായി മനസ്സിൽ നിന്നും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും. മൂന്നാമതായി മനസ്സിൽ നിന്നും എല്ലാ വ്യാകുലതകളും വേവലാതികളും ടെൻഷനുകളും എല്ലാ മനക്ലേശങ്ങളും നീങ്ങും. നാലാമതായി മനസ്സിൽ വല്ലാത്ത ഒരു സന്തോഷവും സമാധാനവും ഒരു വിശാലതയും അത് അയാളുടെ മുഖത്തും പ്രതിഫലിക്കും, അയാളുടെ മനസ്സിലും ഉണ്ടാകും. അഞ്ചാമതായി നമ്മളുടെ ഹൃദയത്തിനും ശരീരത്തിനും ശക്തിപ്പെടുത്തലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവി വന്നുകൊണ്ട് പറയുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാം. ഒരു വൃത്യനെ കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, വൃത്യന് പകരം നിനക്ക് ഇത് മതിയാകും. ഇതുണ്ടെങ്കിൽ നിനക്ക് ശരീരത്തിന് എന്തുണ്ട്? വല്ലാത്ത ഒരു ഓജസ് ലഭിക്കും, വല്ലാത്ത ഒരു ശക്തി ലഭിക്കും. ഇത് ചൊല്ലിക്കൊള്ളൂ, അല്ലെങ്കിൽ ഇത് പറഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ഏകദേശം ഈ വിഷയം എന്താണെന്ന് പിടികിട്ടിയിട്ടുണ്ടാവും. അഞ്ചാമതായി പറഞ്ഞത് നമ്മളുടെ ശരീരത്തിനും നമ്മളുടെ ഹൃദയത്തിനും എല്ലാം നമുക്ക് വല്ലാത്ത ഒരു ശക്തിയാണ്. ആറാമതായി അന്നഹു യുനവ്വിറുൽ വജ്ഹ വൽ ഖൽബ്, മുഖത്തൊരു പ്രകാശം ഉണ്ടാകും, മുഖത്ത് വല്ലാത്ത ഒരു റാഹത്ത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖത്തിനും ഹൃദയത്തിനും ഒരു പ്രകാശം, ഒരു വല്ലാത്ത തുറവി. ഇത് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അനുഭവിച്ച് മാത്രം അറിയാൻ സാധിക്കുന്ന ഒരു അനുഭൂതിയാണ്. അത് നമ്മളുടെ ജീവിതത്തിൽ ഏതു പ്രതിസന്ധിയാണെങ്കിലും ശരി, പുറമേക്ക് എന്തു പ്രശ്നങ്ങൾ നമ്മളെ ബാധിച്ചാലും ഉള്ളിലേക്ക് അതൊന്നും തട്ടാത്ത ഒരു രീതി. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹവും അതുപോലെ തന്നെ വലിയ വലിയ ഉലമാക്കൾ തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, പല അവസ്ഥകളിലും സത്യം പറഞ്ഞതിന്റെ പേരിൽ, പലതിന്റെയും പേരിൽ അവർ തടവിലിടപ്പെട്ടു. അപ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾക്കാകെ ചെയ്യാൻ സാധിക്കുക ഈ 4 ചുമരുകൾക്കുള്ളിൽ എന്നെ തടവിലിടുക എന്നത് മാത്രമാണ്. എന്റെ ഹൃദയത്തിലാണ് എന്റെ സന്തോഷം, എന്റെ പൂന്തോട്ടവും എന്റെ സ്വർഗവും എന്റെ ഹൃദയത്തിലുണ്ട്. ഇതിനെ നിങ്ങൾക്ക് തൊടാൻ സാധിക്കില്ല. കാരണം എന്റെ റബ്ബിന്റെ സ്മരണയാൽ, എന്റെ അള്ളാഹു, എന്റെ നാഥൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാൽ സമ്പന്നമാണത്. അതിനെ നിങ്ങൾക്ക് തൊടാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എന്നെ ഇവിടെ ഈ തടവിലിടാൻ സാധിക്കും, അത് മാത്രമേ നിങ്ങൾക്ക് സാധിക്കൂ എന്ന് അദ്ദേഹം പറയുന്നതായി കാണാം. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെത്തുമെന്നുള്ളതാണ്. അന്നഹു യുനവ്വിറുൽ വജ്ഹ വൽ ഖൽബ്, ഹൃദയത്തിനും മുഖത്തിനും വല്ലാത്തൊരു പ്രകാശം ഉണ്ടാകുന്ന അവസ്ഥ. ആ പ്രകാശം അത് മുഖത്തിങ്ങനെ കാണുമെന്നല്ല, ആ പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ എന്താണ് കിട്ടുന്നത്? ഒരാഴ്ച മുഴുവൻ ജീവിതത്തിൽ ഒരു പ്രകാശം. എവിടെയാണ് ഈ പ്രകാശം? നമ്മൾ എവിടെയാണ് പ്രകാശം കാണാറുണ്ടോ? ആ പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വല്ലാത്ത ഒരു വിശാലതയാണ്. ജീവിതത്തിൽ മുഴുവനും, ഒരാഴ്ച മുഴുവനും നമുക്ക് ആ വിശാലത അനുഭവിക്കും നമ്മൾ ആ ഒരു നിയ്യത്തിൽ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്താൽ എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രകാശവും വിശാലതയും നമുക്കുണ്ടാകും. അതുപോലെ തന്നെ ഏഴാമതായി നമുക്ക് റിസ്ക് അള്ളാഹു ഇറക്കി തരും. റിസ്ക് അത് നമ്മളുടെ ഉടമസ്ഥതയിലുള്ളതല്ല, അത് നമ്മളുടെ കൈവശം അള്ളാഹു നമ്മളുടെ അതിന്റെ ബാധ്യത ഏൽപ്പിച്ചിട്ടില്ല. എന്തൊരു കാര്യമുണ്ടെങ്കിലും ശരി, അതിന്റെയൊക്കെ ഖജനാവ് അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. ഇത് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഭൂമിയിൽ ഒരു ജന്തുവുമില്ല, ഒരു ജീവിയുമില്ല, ചെറുതോ വലുതോ ആകട്ടെ. ഇല്ല, നമ്മൾ കാണുന്ന ഒരുപാട് വലിയ വലിയ ജീവജാലങ്ങൾ, കരയിലുള്ളതിനേക്കാൾ അധികം കടലിൽ തിമിംഗലം. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ജീവി അതാണ്. ടൺ കണക്കിന് ഭക്ഷണം അതിനൊരു നേരം ആവശ്യമുണ്ട്. ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം. അങ്ങനെയുള്ള പല ടൺ കണക്കിൽ ഭക്ഷണം ഒരു നേരം ആവശ്യമുള്ള ഈ നീലത്തിമിംഗലത്തിനും ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ്. അതുപോലെ എത്ര നീലത്തിമിംഗലങ്ങൾ ഈ കടലിലുണ്ട്, അതുപോലെ തന്നെ എത്ര വലിയ ജീവജാലങ്ങൾ കടലിലും കരയിലുമായി ഉണ്ട്. അതിനേക്കാൾ എത്രയോ സൂക്ഷ്മമായ ജീവജാലങ്ങളുമുണ്ട്. ഇതിന്റെ എല്ലാം റിസ്ക് നൽകിക്കൊണ്ടിരിക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. ദാരിദ്ര്യത്തെ ഭയന്ന് മക്കളെ കൊലപ്പെടുത്തുന്നവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നൽകിയ താക്കീതാണത്. നിങ്ങൾ എന്തിനാണ്
ഇക്കാര്യത്തിൽ വേവലാതിപ്പെടുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയന്ന് മക്കളെ കൊല്ലുന്നത് എന്തിനാണ്? നിങ്ങളല്ലല്ലോ, നാം അല്ലേ അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇതാണ് സത്യം. റിസ്ക് അള്ളാഹുവിന്റെ കയ്യിലാണ്. നമ്മൾ ഉദ്ദേശിച്ചാൽ അത് സാധിക്കില്ല. അള്ളാഹു അല്പാൽപമായി നമുക്ക് ആവശ്യത്തിന്, ഒരു പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ച ആ ഖദറിൽ നമുക്ക് ഇറക്കിത്തരും അല്പാൽപമായി. അത് നമ്മൾക്ക് ആവശ്യമില്ലെങ്കിലും നമ്മളത് ഭക്ഷിക്കേണ്ടി വരും. ചില ഭക്ഷണങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ, നമ്മളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ കരുതാത്ത രീതിയിൽ എത്തിപ്പെട്ട ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾക്കുണ്ടാവും. നമ്മളുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവും. കരുതാത്ത രീതിയിൽ, നമ്മൾ കരുതാത്ത ഒരവസ്ഥയിൽ നമുക്ക് കിട്ടിയ ഒരു സമ്പത്ത്, ഒരു ഭക്ഷണം, ഒരു റിസ്ക്, ഒരു അനുഗ്രഹം, ഇതൊക്കെ അള്ളാഹു ഉദ്ദേശിച്ച് നമുക്ക് ഇറക്കി തരുന്നതാണ്. അപ്പോൾ ഈ റിസ്ക് അത് അള്ളാഹു ഇറക്കി തരും ഇക്കാര്യമുണ്ടെങ്കിൽ. ഏഴാമതായിട്ട് അതാണ്. എട്ടാമതായി ഒരു വല്ലാത്ത അള്ളാഹുവിലുള്ള ഒരു ഭയം ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അള്ളാഹുവിൽ ഭയമില്ലാത്ത അവസ്ഥ അത് വല്ലാത്ത അവസ്ഥയാണ്. അള്ളാഹുവിനെ പേടിയില്ലാത്തൊരവസ്ഥ അത് വിഡ്ഢികളുടെ അവസ്ഥയാണ്. അതൊരു വലിയ കാര്യമല്ല. അള്ളാഹുവിനെ പേടിയില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അയാളാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി മനസ്സിലാക്കേണ്ടി വരും. കാരണം അള്ളാഹു ആരാണെന്ന് അറിഞ്ഞ ആർക്കും അള്ളാഹുവിനെ ഭയപ്പെടാതിരിക്കാൻ സാധിക്കില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടെങ്കിലേ നമുക്ക് അള്ളാഹുവിനെ ശരിയാൻ വേണം ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. സൂറത്തുൽ ഫാത്തിറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുന്ന വിഷയം. അള്ളാഹുവിനെ ആര് മാത്രമേ ഭയപ്പെടുകയുള്ളൂ? ഖശിയത്ത്, ഖൗഫ്, മഹാബ, അതുപോലെ തന്നെ അങ്ങനെ പല രീതിയിൽ ഭയത്തിന് പേരുണ്ട്. ഇതൊന്നും ഒന്നല്ല, എല്ലാം വ്യത്യസ്തങ്ങളാണ്. ഖശിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മനസ്സിലാക്കി ഭയപ്പെടുന്ന ഒരാൾക്ക് മാത്രമാണ് ആ ഖശിയത്തുണ്ട് എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഖശിയത്തും ഇൽമും തമ്മിൽ ബന്ധപ്പെടുത്തിയത്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നത്, അതായത് അള്ളാഹു ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കി ഭയപ്പെടുന്ന ആളുകളുണ്ട്. അത് ഉലമാക്കൾ മാത്രമാണ്. ആരാണ് ഉലമാക്കൾ? അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നവർ. അത് അറബി കോളേജിൽ 6 വർഷം പഠിച്ചവർ എന്നതിനർത്ഥമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥാപനങ്ങളിൽ നിന്നും ബിരുദമെടുത്തവരെന്നുമില്ല. അങ്ങനെ ബിരുദമെടുത്തവരെക്കാളും എല്ലാം അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന സാധാരണക്കാർ വരെ ഉണ്ടാകാം. അതിന്റെ എല്ലാം ഉദ്ദേശം, ഇൽമ് എന്ന് പറയുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്ന വല്ലാത്ത ഒരു റിസ്ക് തന്നെയാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറയുന്നത്, യുഅ്തിൽ ഹിക്മത മൻ യശാ വമൻ യുഅ്തിൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. ഈ ഹിക്മത്ത്, ഈ വിജ്ഞാനം, തത്വജ്ഞാനം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും. ആർക്കെങ്കിലും അള്ളാഹു അത് നൽകിയാൽ അയാൾക്ക് ലഭിച്ചിരിക്കുന്നു വലിയ ലഭിക്കലാണ്. ഫഖദ് ഊതിയ ഖൈറൻ കസീറാ, വലിയ നന്മയാണ് അയാൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതുപോലെ തന്നെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമ. അതുപോലെ ഇൽമ ലഭിക്കാനുള്ള പ്രാർത്ഥന നമ്മൾ അധികരിപ്പിക്കുക. കാരണം ആ ഇൽമ് അതുകൊണ്ടേ രക്ഷയുള്ളൂ. അതില്ലാതെ രക്ഷയില്ല. അതില്ലാതെ ഈ ദുനിയാവാകുന്ന ഈ ചതുപ്പ് നിലത്തിൽ, പരീക്ഷണങ്ങളാകുന്ന കയത്തിൽ നമ്മൾ മുങ്ങിപ്പോകുമെന്നല്ലാതെ ഇൽമില്ലാതെ നമുക്ക് രക്ഷയില്ല. അള്ളാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകളെ കുറിച്ചും അധ്യാപനങ്ങളെ കുറിച്ചും ഖുർആൻ വചനങ്ങളെ കുറിച്ചും അതിന്റെ വിശദീകരണങ്ങളെ കുറിച്ചും ഹദീസുകളെ കുറിച്ചും അതിന്റെ വ്യാഖ്യാനങ്ങളെ കുറിച്ചും പഠിച്ച് മനസ്സിലാക്കി, കർമ്മശാസ്ത്രപരമായ മസ്അലകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ഓരോ കാര്യങ്ങളെയും പഠിക്കുക. നമ്മൾ എന്തെല്ലാം നമ്മൾ പഠിക്കുന്നു, ദുനിയാവിൽ നിന്ന് എന്തൊക്കെ നമ്മൾ പഠിച്ചു ഈ കാലയളവിൽ ആലോചിച്ച് നോക്കൂ. ഒരു 60 വർഷം അല്ലെങ്കിൽ 50 വർഷമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ എന്തൊക്കെ നമ്മൾ ദുനിയാവിൽ നിന്ന് പഠിച്ചു. പക്ഷെ അത്ര തന്നെ നമ്മൾ ആഖിറത്തിന് വേണ്ടി പഠിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ നമ്മൾ മുന്നിട്ടിട്ടുണ്ടോ? ദീനിനെ കുറിച്ച് പഠിക്കാൻ, അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ, കേവലം ചില തൊലിപ്പുറമേക്കുള്ള അറിവല്ല, അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ആ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന പഠനം നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ആ അറിവ്, ആ രീതിയിലുള്ള ഹിക്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇട്ടുതരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ അറിവിൽ നിന്നും ഉണ്ടാകുന്ന ഭയവും
അള്ളാഹു നമുക്ക് ഇട്ടുതരും. ഒമ്പതാമതായി അന്നഹു യുവരിസുൽ മഹബ്ബ അല്ലതി ഹിയ റൂഹുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ റൂഹായിട്ടുള്ള മഹബ്ബ, ഇസ്ലാമിന്റെ ആത്മാവായിട്ടുള്ള മഹബ്ബ, സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം, അത് നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാകും. യഥാർത്ഥത്തിൽ സ്നേഹം, നന്ദി, ഇതെല്ലാം ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ നന്ദിയുള്ളവരാകണം എന്ന് പ്രസംഗിച്ചത് കൊണ്ട് നന്ദി ഉണ്ടാകില്ല. അതെങ്ങനെ ഉണ്ടാകുന്നതാണ്? അത് ഹൃദയത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. നന്ദി ഇല്ലാത്തവരാകരുത്, നിങ്ങൾക്ക് നന്ദി കാണിച്ചുകൂടെ എന്നൊരാളെ ഉപദേശിച്ചത് കൊണ്ട് കാര്യമില്ല. കാരണം അത് ഹൃദയത്തിൽ ഉണ്ടായി തീരേണ്ടതാണ്. അള്ളാഹു ഇട്ട് തരുന്ന ഒരു റിസ്കനെയാണ് നന്ദി. അത് നമ്മൾ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ കുറെ നിരന്തരം അതിനുവേണ്ടി ഉപദേശിച്ചത് കൊണ്ടോ ഉണ്ടാകുന്ന ഒന്നല്ല. ഇത് ഹൃദയത്തിൽ അള്ളാഹു ഇട്ട് തരുന്നതാണ് ഈ നന്ദി. അതെങ്ങനെ ഉണ്ടാകും? അത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിലൂടെ മാത്രമേ ഉണ്ടാകൂ. അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെയാണ് സ്നേഹിക്കാൻ ഏറ്റവും അർഹൻ. നമ്മൾ ഏറ്റവും ആദ്യം സ്നേഹിക്കേണ്ടവൻ അള്ളാഹു തന്നെയാണ്. ഇന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ഓരോ നിമിഷവും നമ്മൾ തിരിച്ചറിയും. അള്ളാഹുവിന് നമ്മളോടുള്ള വാത്സല്യവും സ്നേഹവും കാരുണ്യവും ദയയും അതുപോലെ ഉള്ള നമ്മളോടുള്ള വികാരവും എല്ലാം നമ്മൾ തിരിച്ചറിയും. അങ്ങനെ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ, അറിയേണ്ട രീതിയിൽ അറിയുമ്പോൾ, ഖുർആനിലേക്ക് പരമാവധി നിഷ്കളങ്കമായി അടുക്കുമ്പോൾ, അള്ളാഹുവിന്റെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നും നിർത്തി തിരക്കിട്ടു പോകാതെ സാവധാനം ചിന്തിച്ച് ആലോചിച്ച് പാരായണം ചെയ്ത് മനനം ചെയ്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ അള്ളാഹുവിന്റെ ആ ഒരു കാരുണ്യം നമ്മൾ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് ഹൃദയത്തിൽ അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടാകുന്നത്. ആ സ്നേഹത്തിൽ നിന്നുമാണ് നന്ദി ഉണ്ടാകുന്നത്. ആ നന്ദിയിലൂടെയാണ് യഥാർത്ഥ ഇബാദത്ത് ഉണ്ടാകുന്നത്. ഇതാണ് ഇബാദത്തിന്റെ മാധുര്യത്തിന്റെ രഹസ്യം. അല്ലാതെ ഒരൊറ്റ ദിവസം പെട്ടെന്ന് ഒന്ന് നിസ്കാരം പഠിച്ച് എല്ലാം കാണപ്പാടം പഠിച്ച് നിസ്കരിക്കാൻ നിന്നാൽ ആ നിസ്കാരം കൊണ്ടൊന്നും ലഭിക്കാൻ പോകുന്നില്ല. മറിച്ച് അള്ളാഹുവിനുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിനോടുള്ള ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ, അവനോടുള്ള അവന്റെ അനുഗ്രഹങ്ങൾ നമ്മളുടെ മേൽ ഒരുപാട് വർഷിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നതിലൂടെ, ആ തിരിച്ചറിവിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നന്ദിയിലൂടെ, ആ നന്ദി പ്രകാശിപ്പിക്കേണ്ടതുണ്ട് ഞാൻ എന്ന ബോധ്യത്തിലൂടെ, അങ്ങനെയാണ് അവസാനമാണ് ഇബാദത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ രീതിയിൽ നമ്മളുടെ ഇബാദത്തുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കൂ. അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തി നോക്കൂ. അള്ളാഹുവിനോട് അതിനുള്ള തൗഫീഖ് നമ്മൾ ചോദിച്ചു നോക്കൂ. നമ്മളുടെ ഇബാദത്തുകളിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ആ രീതിയിലാണ് ഇസ്ലാം ഇബാദത്തിനെ പഠിപ്പിക്കുന്നത്. അല്ലാതെ കേവലം ചില വ്യായാമങ്ങളല്ല, വിരലുകൾ കൊണ്ടോ ചുണ്ടുകൾ കൊണ്ടോ നാവുകൾ കൊണ്ടോ ശരീരം കൊണ്ടോ ഉള്ള വ്യായാമമല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് കാണാൻ സാധിക്കാത്ത, എന്നാൽ ഈ ആൾക്ക് മാത്രം, ഈ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് മാത്രം അനുഭവിക്കാൻ സാധിക്കുന്ന ആന്തരികമായ ഒരു ആസ്വാദനമുണ്ട്, ഒരു ആത്മീയമായ ഒരു അനുഭൂതിയുണ്ട്. അതാണ് ഇബാദത്ത്. ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ അള്ളാഹുവിനുള്ള ശുക്ർ, അള്ളാഹുവിനുള്ള സ്നേഹം, അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുവാനുള്ള ശ്രമം, ഇതെല്ലാം നമ്മൾ നടത്തിയാൽ മതി. ഇത് നമ്മളൊന്ന് മുന്നിലേക്ക് വന്നാൽ മതി. പലപ്പോഴും മുന്നിലേക്ക് വരുന്നില്ല. അങ്ങനെ അള്ളാഹുവിലേക്ക് മുന്നിട്ട് വന്നാൽ ഒരു ചാണെടുത്താൽ ഒരു മുഴം അള്ളാഹു അടുക്കുമെന്ന് പഠിപ്പിച്ചില്ലേ? ഒരു മുഴം എടുത്താൽ ഒരു വാര, അള്ളാഹുവിലേക്ക് നടന്നെടുത്താൽ അള്ളാഹു ഓടി വരും. എല്ലാ ദിവസവും ഒന്നാം ആകാശത്തിലേക്ക് രാത്രിയുടെ അന്ത്യയാമം അവശേഷിക്കുന്ന സമയത്തിൽ വന്നു നിന്നുകൊണ്ട് അള്ളാഹു നമുക്ക് വേണ്ടി വരുന്നു. ഇവിടെ അള്ളാഹു അവന്റെ ഭാഗത്തു നിന്നും നമ്മളിലേക്ക് പരമാവധി അടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ നമ്മൾ അത്ര തന്നെ അടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. സഹോദരങ്ങളെ, ഇതാണ് ഒമ്പതാമത്തെ കാര്യം. അവസാനമായി 10ാമത്തെ കാര്യം, അന്നഹു യുബരിസുൽ മുറാഖബ ഹത്താ യുദ്ഖിലഹു ഫി ബാബിൽ ഇഹ്സാൻ. മുറാഖബ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് വല്ലാത്തൊരവസ്ഥയാണ്. മുറാഖബ എന്ന് പറഞ്ഞാൽ ഏതു സമയത്തും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരവസ്ഥ. ഒരു CCTV ക്യാമറ ഘടിപ്പിച്ച ഒരു മുറിയിൽ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഏതവസ്ഥയിലായിരിക്കും ഇരിക്കുക എന്ന് നമുക്കറിയാം. അതിനേക്കാൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ. കാരണം ഇത് പുറത്തുനിന്ന് ഒരാൾ കാണുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ അതുപോലെയല്ല, അതിനേക്കാൾ സൂക്ഷ്മമായി നമ്മളെ അറിയുന്നു, നിരീക്ഷിക്കുന്നു അള്ളാഹു എന്ന ബോധ്യത്തിൽ നിന്നുമാണ് അതുണ്ടാകേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ആളുകളെ വിളിച്ചുകൂട്ടി സംസാരിക്കുകയാണ്. ഉമർ വളരെ വളരെ പരുക്കനായിരുന്നു. ഉമർ
അങ്ങാടിയിലും മറ്റും വളരെ മോശമായ അടിപിടി കൂടി നടന്നിരുന്ന ഒരാളായിരുന്നു. ഉമറിന്റെ അമ്മായിക്ക് വേണ്ടി ഒട്ടകത്തെ മേയിച്ചുകൊണ്ട് ആ ഒട്ടകത്തിനെ മേയിച്ചുകൊണ്ട് അതിന് പകരമായി കിട്ടുന്ന പരുക്കൻ റൊട്ടിയാണ് ഉമർ ഭക്ഷിച്ചിരുന്നത്. ഒരു കഴുതയെ തല്ലുന്നത് പോലെ ഉമറിന്റെ വാപ്പ തല്ലാറുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തത്തെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്, വളരെ മോശമാക്കിക്കൊണ്ട് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കുറെ സംസാരിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങി പോവുകയാണ്. സുഹാബാക്കൾക്കാകെ അത്ഭുതമായി, എന്താണ് ഇപ്പൊ സംഭവിച്ചത്? എന്തിനാണ് അമീറുൽ മുഅ്മിനീൻ തന്നെ അടിച്ചു താഴ്ത്തി ഭൂമിയോളം അല്ലെങ്കിൽ അതിനേക്കാൾ താഴേക്ക് അടിച്ചു താഴ്ത്തുകയാണ്? എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അവർക്ക് മനസ്സിലായില്ല. അവർ അദ്ദേഹത്തെ സമീപിക്കുകയാണ്, എന്തിനാണ് അമീറുൽ മുഅ്മിനീൻ താങ്കൾ ഇങ്ങനെ പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ മനസ്സിൽ എനിക്കിങ്ങനെ ഒരു തോന്നലുണ്ടായി, ഉമർ താങ്കൾ അമീറുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളുടെ നേതാവാണ്, താങ്കളോളം ശ്രേഷ്ഠമായ പദവിയുള്ള ഒരാളും ഇന്നിവിടെ ഈ ഭൂമിയിൽ ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നലുണ്ടായി എന്ന്. ആ സമയം അതിനൊന്ന് അടിച്ചു താഴ്ത്തിയതാണ് ഞാൻ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കൂ, മനസ്സിലേക്ക് വെറുതെ കടന്നു വരുന്ന ഒരു ചിന്തയെ പോലും വെറുതെ വിടുന്നില്ല. അതിനെ ശിക്ഷിക്കാതെ അതിനെ കൃത്യമായി നിരീക്ഷിച്ച് അതിന്റെ ആവശ്യമായ ആ ചിന്ത എന്നിൽ ഉണ്ടാക്കാൻ പോകുന്ന സ്വാധീനം എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഇപ്പോഴേ തന്നെ അതിനെ അടിച്ചിരുത്തണം എന്ന് മനസ്സിലാക്കിയ ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഇതിനെയാണ് നമ്മൾ മുറാഖബ എന്ന് പറയുന്നത്. ഈ മുറാഖബ നിതാന്ത ജാഗ്രതയാണ്, എപ്പോഴുമുള്ള നിരീക്ഷണമാണ്. മനസ്സിലേക്ക് കടന്നു വരുന്ന അനിസ്ലാമികമായ ഒരു ചിന്തയെ പോലും ശ്രദ്ധിച്ച് അതിനെ പോലും ഇസ്തിഗ്ഫാർ ചെയ്ത് അതിനെ പോലും പ്രായശ്ചിത്തം ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ നമ്മളുടെ ദുനിയാവിലെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധ കാണിക്കും? മുറാഖബയുള്ള ഒരാൾ എത്രമാത്രം ദുനിയാവിൽ തഖ്വയുള്ള ആളായിരിക്കും, എത്രമാത്രം അല്ലാഹുവിൽ ഈമാനുള്ള ആളായിരിക്കും. ആ ഒരവസ്ഥ കൂടി നമുക്ക് ഇതുകൊണ്ട് ലഭിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഈ 10 കാര്യങ്ങൾ പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണ്? ദിക്റുല്ലാഹ്, അള്ളാഹുവിനുള്ള സ്മരണ, അള്ളാഹുവിനെ ഓർക്കലാണ്. വലദിക്റുല്ലാഹി അക്ബർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വെറുതെയല്ല, അക്ബർ ഏറ്റവും വലുതാണ്, ഏറ്റവും വലുതാണ്. വലദിക്റുല്ലാഹി അക്ബർ. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഇന്ന ദുനിയ മൽഊന വമൽഊനത്തുൻ വമാ ഫീഹാ, ഈ ദുനിയാവിലുള്ളത് മുഴുവൻ ആക്ഷേപകരമാണ്, മുഴുവനും. ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാഹു വആലിമിൻ വമുതഅല്ലിമിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഈ ദുനിയാവിൽ നിന്നുമുള്ള എല്ലാം തന്നെ ആക്ഷേപകരമാണ്, 4 കാര്യങ്ങൾ ഒഴികെ. അള്ളാഹുവിന്റെ ദിക്ർ, അതുമായി ബന്ധപ്പെട്ടത്, ഇൽമ അഭ്യസിക്കുന്നവർ, അത് പഠിപ്പിക്കുന്നവർ. സഹോദരങ്ങളെ, ദിക്ർ നമ്മൾ അധികരിപ്പിക്കുക. അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടെന്നാണ്. എന്റെ അടിമ എന്നെ ഓർക്കുവോളം ഞാൻ അവനോടൊപ്പം ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് സഹോദരങ്ങളെ, കൂടുതലായി അള്ളാഹുവിനെ ഓർക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശൈത്വാനെ തുരത്തി ഓടിക്കാൻ, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ, ഹൃദയത്തിൽ നിന്നും വ്യാകുലതകളും വേവലാതികളും എല്ലാം നീക്കം ചെയ്യാൻ, ആ ഹൃദയത്തിൽ ആ സ്ഥാനത്ത് സന്തോഷവും സമാധാനവും കൊണ്ടുവരാൻ, ഹൃദയത്തിനും ശരീരത്തിനും ശക്തി പകരാൻ, മുഖത്തും ഹൃദയത്തിനും ഒരു പ്രകാശം ഉണ്ടാകാൻ, റിസ്ക് ലഭിക്കാൻ, അള്ളാഹുവിനെ ഭയപ്പെടാൻ, അതിന്റെ മാധുര്യം ആസ്വദിക്കാൻ, അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്നേഹിക്കുവാൻ, അതുപോലെ തന്നെ മുറാഖബ ലഭിക്കുവാൻ എല്ലാം ദിക്ർ നമുക്ക് ഉതകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു കാര്യം ശൈഖ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ-വാബിൽ അസ്-സയ്യിബ് എന്നുള്ള ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതാണ്. നിങ്ങൾക്കറിയുമോ, അദ്ദേഹം ദിക്റിനെ കുറിച്ച് 100 ഫായിദകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വെറും 10 മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒരു വർഷം മുഴുവൻ ഖുതുബ പറഞ്ഞാലും തീരാത്ത ഫള് അള്ളാഹുവിന്റെ സ്മരണകൾ കൊണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ സ്മരണയിൽ മുഴുകുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി അഹ്ലിൽ വഫാ വത്താബിഈൻ വമൻ ബിഹുദാഹു ഇക്തഫാ. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനമായി ഇറങ്ങിയ ഒരായത്ത്, അതിനെക്കുറിച്ച് നമുക്കറിയാം. ഒരു ദിവസത്തെ സൂക്ഷിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസം, അതിനെ സൂക്ഷിക്കുക എന്നാണ്. അങ്ങനെ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും വരാനുണ്ട്.
നമുക്ക് മുമ്പ് ജീവിച്ചു പോയ പലരും, നമ്മളോടൊപ്പം ജീവിച്ച പലരെയും ഇന്ന് കാണുന്നില്ല. അവർ ആ ദിവസത്തെ കണ്ടുമുട്ടി പോയവരാണ്. നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഇമാം ഇബ്ൻ ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, നഹ്നുൽ മസാകീൻ നഅകുലു അർസാഖന വനൻതദിർ ആജാലന. നമ്മൾ വെറും പാവങ്ങളാണ്. നമുക്ക് അള്ളാഹു എഴുതിയ ഈ റിസ്ക് നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് എഴുതിയ അവധിയെ കാത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ്. ആ അവധിക്ക് വേണ്ടി കാത്തിരിക്കുക എന്നല്ലാതെ മറ്റൊന്നും ഈ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്നില്ല. അതിനു വേണ്ടിയാണ് നമ്മളുടെ തയ്യാറെടുപ്പ്. ഒരു മുഅ്മിൻ എന്നുള്ള നിലയ്ക്ക് ആ ദിവസത്തെ കണ്ടുമുട്ടണം. മലക്കുൽ മൗത്തിനെ മുഖാമുഖം കണ്ടുമുട്ടേണ്ടവരാണ് നമ്മൾ എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. ആ ദിവസത്തിനെ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതോടെ തീരും എല്ലാ വെറുപ്പും വിദ്വേഷവും, വീറും വാശിയും പകയും പ്രതികാരവും മനുഷ്യന്റെ മനസ്സിൽ നിന്നും എല്ലാം വലിഞ്ഞില്ലാതാകും. അന്ന് ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടാകൂ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ, തൊട്ടടുത്തൊരു അവധി, ഒരുപാടൊന്നും വേണ്ട, തൊട്ടടുത്തൊരു അവധിയിലേക്ക് അല്ലാഹുവേ നീട്ടിത്തരുമോ എന്ന് മനുഷ്യൻ ചോദിക്കുന്ന, നമ്മൾ ഓരോരുത്തരും ചോദിക്കാനിരിക്കുന്ന ദിവസം അന്നത് മാത്രമേ ചിന്തയുണ്ടാകൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നിട്ട് അയാൾ പറയുന്ന വാക്ക് ഞാൻ സ്വതക്ക ചെയ്തു കൊള്ളാം എന്നാണ് പറയുന്നത്. സ്വതക്കയുടെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അത് പ്രത്യേകിച്ച് ഈ റമദാനിലെ അവസാനത്തെ 10 നമ്മളത് കൂടുതലായി ചെയ്യണം. കഴിവുള്ളതുപോലെ, ഉള്ളവർ ഉള്ളതുപോലെ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പഠിപ്പിച്ചതുപോലെ, കണക്ക് നോക്കണ്ട ആയിഷ, കൊടുത്തോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കും കണക്ക് നോക്കാതെ തരും. അപ്പോൾ നമ്മൾ എണ്ണി പിടിക്കേണ്ട സഹോദരങ്ങളെ, കഴിയുന്നത് പോലെ, നമുക്കറിയാലോ നമ്മളുടെ കഴിവ് എന്താണെന്ന്. ആ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എണ്ണിക്കണക്കാക്കി 10ഉം 20ഉം 50ഉം 100ഉം അങ്ങനെ കണക്കാക്കാതെ അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുക. അത് നമുക്ക് അള്ളാഹു തിരിച്ചു തരും. പല മടങ്ങുകളായി, നമ്മൾ വിചാരിക്കാത്തത്രയും വലിപ്പത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമുക്ക് അതിനെ കാണാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ തന്നെ ഈ ഒരു ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാൻ സാധിക്കും, ആഞ്ഞടിച്ചു വീശുന്ന അജയ്യമായ, ഒന്നിനും തടുത്തു നിർത്താൻ പറ്റാത്ത ഒരു കാറ്റിനെ പോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്കയുടെ കാര്യത്തിൽ മുന്നിലായിരുന്നു. നമുക്കും ആകാൻ സാധിക്കണം. അതും അള്ളാഹുവിന്റെ മാർഗത്തിലേക്കായി തീർന്നാൽ അതും ഏറ്റവും വലിയ പ്രതിഫലങ്ങളായി തീരും. നമ്മൾ അള്ളാഹുവിന്റെ മസ്ജിദിന് വേണ്ടിയിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിലും എല്ലാം നമ്മൾ പരമാവധി എന്തെല്ലാം ഉണ്ടോ, ദീനിന്റെ സ്ഥാപനങ്ങളാകട്ടെ, നമ്മളുടെ മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പള്ളിയിൽ വരാറില്ലേ, അവരെല്ലാം നമ്മൾ സഹായിച്ചു വിടുക, നിരാശപ്പെടുത്തരുത്. അവർ ഇത്രയും ദൂരം അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. ഈ വഴിയിൽ അവർ മരിക്കുകയാണെങ്കിൽ അവർ ഷഹീദുകളാണ് ഇൻഷാ അല്ലാഹ്. അത്രയും വലിയ ദറജയുള്ളവരാണ് അവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടവരാണ്. അവരെ, അത്തരത്തിലുള്ള ആളുകളെ, നമ്മളെ വന്ന് കണ്ടുമുട്ടുന്നവരെ നിരാശരാക്കാതെ കഴിയുന്ന രീതിയിൽ തന്നെ സഹായിച്ചു വിടാൻ നമുക്ക് സാധിക്കണം. ഇത് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള സഹായം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴിവതും അറിഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തി ഈ റമദാൻ മാസത്തിൽ കൂടുതലായി അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുവാൻ, ആ രാത്രികളെ സജീവമാക്കുവാൻ, ഇബാദത്തുകളിൽ മുഴുകുവാൻ നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ സകല പാപങ്ങളും അവന്റെ അപാരമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മരിച്ചു മൺമറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, കുടുംബങ്ങൾ, ഗുരുനാഥർ, സ്നേഹിതർ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹു അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കുകയും അവരെയും നമ്മളെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ തന്നെ ഒന്നിച്ചു കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും പല നിലക്കും പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരുടെ മനസ്സറിയുന്ന അല്ലാഹു എല്ലാ നിലക്കുമുള്ള ശിഫയും സൗഖ്യവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹജാത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.